CPIയുടെ കടുത്ത എതിർപ്പ് മറികടന്ന് കേന്ദ്ര വിദ്യാഭ്യാസ പദ്ധതി PM ശ്രീയിൽ ചേരാനുള്ള ധാരണാപത്രത്തിൽ ഒപ്പുവെച്ചു. വിദ്യാഭ്യാസ സെക്രട്ടറിയാണ് സംസ്ഥാനത്തിനായി ഒപ്പുവെച്ചത്. തടഞ്ഞുവെച്ച ഫണ്ട് ഉടൻ നൽകും എന്ന് കേന്ദ്രം അറിയിച്ചു. ബി ദിലീപ് കുമാർ നമ്മളോടൊപ്പം തുടരുന്നുണ്ട് ന്യൂസ് ഡെസ്കിൽ നിന്ന്. ദിലീപ്, ഇത് ഇപ്പോൾ നേരത്തെ VS സുനിൽകുമാർ പ്രതികരിച്ചത് ദിലീപ് കേട്ടല്ലോ. അതായത് ഇത് രാഷ്ട്രീയ നയപ്രശ്നമാണ്, അതുകൊണ്ട് തന്നെ CPIയുടെ സംസ്ഥാന സെക്രട്ടറി ഇക്കാര്യത്തിൽ തീരുമാനങ്ങൾ അറിയിക്കും. ഇതൊരു സാങ്കേതിക പ്രശ്നമല്ല, രാഷ്ട്രീയ നയപ്രശ്നമാണ്. അതുകൊണ്ട് CPIക്ക് അതിനകത്ത് വ്യക്തമായ നിലപാടുണ്ട്. നേരത്തെ K. ഇസ്മായിൽ പറഞ്ഞത് ഇതുകൊണ്ടൊന്നും ഒരു ധാരണാപത്രത്തിൽ ഒപ്പുവെച്ചു എന്നതുകൊണ്ട് സംസ്ഥാന സർക്കാർ ഈ പദ്ധതിയുടെ ഭാഗമായി എന്ന് കാണാൻ കഴിയില്ല എന്നൊക്കെയാണ്. ഇത്തരത്തിൽ CPIക്ക് അവരുടെ ഭാഗം നടപ്പാക്കാൻ പാകത്തിൽ എന്തെങ്കിലും ഒരു പ്രതീക്ഷ അവശേഷിപ്പിക്കുന്ന എന്തെങ്കിലും ഇനി ഇക്കാര്യത്തിൽ ഉണ്ടോ ദിലീപ്? ഗോപികൃഷ്ണൻ, CPIയുടെ പ്രധാനപ്പെട്ട നേതാക്കൾ, CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം ഉൾപ്പെടെയുള്ളവർ ഇപ്പോൾ പ്രതികരിച്ചിട്ടില്ല. 24 അവരോട് പ്രതികരണം ആരാഞ്ഞപ്പോഴും ഇപ്പോൾ ഒന്നും പറയാനില്ല എന്നായിരുന്നു ബിനോയ് വിശ്വത്തിന്റെ പ്രതികരണം. പക്ഷേ VS സുനിൽകുമാർ അല്പം മുമ്പ് 24നോട് പറഞ്ഞത് ബിനോയ് വിശ്വം നാളെ മാധ്യമപ്രവർത്തകരെ കാണുമെന്നാണ്. CPIയുടെ നിലപാട് എന്താണ് എന്നറിയാൻ ഉറ്റുനോക്കുകയാണ് രാഷ്ട്രീയ കേരളം. CPIയുടെ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം CPIയും ഏകപക്ഷീയമായി ഈ കരാറിൽ ഒപ്പിടുന്നതിന്, സംസ്ഥാന വിദ്യാഭ്യാസ വകുപ്പ് ഒപ്പിടുന്നതിന് അനുവാദം നൽകിയതിനെ കുറിച്ച്, സംസ്ഥാന സർക്കാർ CPIയുടെ എതിർപ്പ് തള്ളിക്കൊണ്ട് മുന്നോട്ട് പോയതിനെ കുറിച്ചൊക്കെ നാളെ എന്തായിരിക്കും ബിനോയ് വിശ്വം പറയാൻ പോകുന്നത്? പ്രത്യേകിച്ച് തദ്ദേശ തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ നിൽക്കെയാണ് ഈ നിലയിലുള്ള ഒരു നീക്കം സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്ത് നിന്നുണ്ടായത്. അതുകൊണ്ട് എന്തായിരിക്കും പ്രതികരണം എന്നറിയാൻ നമുക്ക് CPIയുടെ നിലപാട് അറിയാൻ കാത്തിരിക്കാം. പക്ഷേ CPIയും ഉൾപ്പെടെ നേരത്തെ ഉന്നയിച്ചിരുന്ന വിമർശനം, CPIയും CPIMും SFIയും AISFും ഒക്കെ ഉന്നയിച്ചിരുന്ന ചില വിമർശനങ്ങളുണ്ട്. അത് ദേശീയ വിദ്യാഭ്യാസ നയം നടപ്പാക്കുന്നതിന് വേണ്ടിയാണ് ഈ PM ശ്രീ പദ്ധതി കൊണ്ടുവരുന്നത്. PM ശ്രീ പദ്ധതിയെ കേരളം അംഗീകരിക്കില്ല തുടങ്ങിയ കാര്യങ്ങൾ പറഞ്ഞിരുന്നു. പക്ഷേ അത് കഴിഞ്ഞ ദിവസം വിദ്യാഭ്യാസ മന്ത്രി V. ശിവൻകുട്ടി ഡൽഹിയിൽ പോയി കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രധാനെ കണ്ടതിനു ശേഷം തിരികെ എത്തിയതോടുകൂടി നിലപാട് മാറി. വിവിധ കേന്ദ്ര പദ്ധതികൾക്ക്, അത് മറ്റു വകുപ്പുകൾ, ആരോഗ്യ വകുപ്പായാലും കൃഷി വകുപ്പായാലും ഒക്കെ ഇത്തരത്തിൽ ധനസഹായം, കേന്ദ്രത്തിൻ്റെ ധനസഹായം വാങ്ങുന്നുണ്ടല്ലോ, അവരുടെ ആ പദ്ധതികളെ അംഗീകരിക്കുന്നുണ്ടല്ലോ എന്നാണ്. അതിന് വിമർശനമായി CPI ഉൾപ്പെടെയുള്ളവർ, അല്ലെങ്കിൽ ഇതിനെ എതിർക്കുന്നവർ ചൂണ്ടിക്കാട്ടിയിരുന്നത് കൃഷി, ആരോഗ്യം തുടങ്ങിയ മേഖലകളിൽ നിന്നൊക്കെ ഈ പണം വാങ്ങുകയാണെങ്കിൽ ആ സ്ഥാപനങ്ങളിൽ ആ കേന്ദ്ര സർക്കാരിൻ്റെയോ പ്രധാനമന്ത്രിയുടെയോ ആ പദ്ധതിയുടെ പേരും പടവുമൊക്കെ അവിടെ കൊടുത്താൽ മതി. പക്ഷേ വിദ്യാഭ്യാസ പദ്ധതിയുടെ കാര്യത്തിലാണെങ്കിൽ അവരുടെ പടം കൊടുക്കൽ മാത്രമല്ല, പ്രധാനമന്ത്രിയുടെ പടം കൊടുക്കണം, അതോടൊപ്പം ബോർഡ് അവിടെ സ്ഥാപിക്കണം എന്നത് മാത്രമല്ല, വിദ്യാഭ്യാസ നയം അപ്പാടെ മാറും എന്നായിരുന്നു CPI ഉൾപ്പെടെയുള്ളവർ, അല്ലെങ്കിൽ CPM നേരത്തെ സ്വീകരിച്ചിരുന്ന നിലപാട് അതായിരുന്നു. ആ നിലപാടിൽ നിന്നുള്ള പിന്നോട്ട് പോക്കാണ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത്. മാത്രമല്ല 2025-26 ഈ പദ്ധതിയുടെ ആദ്യഘട്ടം അവസാനിക്കുന്നത്. 2022 തുടങ്ങിയ പദ്ധതിയാണ്. ആ പദ്ധതിക്കുള്ള പദ്ധതിയിൽ ഈ ധാരണാപത്രത്തിൽ ഒപ്പിടുന്നതോടുകൂടി ഇതിൻ്റെ പണം മുൻകാല പ്രാബല്യത്തോടുകൂടി ലഭിക്കുമോ എന്ന കാര്യത്തിൽ ഇപ്പോഴും വ്യക്തതയില്ല. അങ്ങനെ ചില സംശയങ്ങൾ ഇപ്പോഴും CPIയുടെ ഭാഗത്തു നിന്നൊക്കെ ഉണ്ട്. അതുകൊണ്ട് നേരത്തെ മുതൽ ഈ പദ്ധതി അതിൻ്റെ തുടക്കം മുതൽ നൽകേണ്ടിയിരുന്ന പണം ഇനി കേന്ദ്രത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുമോ എന്ന് ഉറപ്പില്ല. വളരെ തുച്ഛമായ തുകയായിരിക്കും ഇനി ലഭിക്കാൻ പോകുന്നതെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ സമഗ്ര ശിക്ഷ കേരള ഉൾപ്പെടെയുള്ള പദ്ധതികളുടെ, കേന്ദ്രാവിഷ്കൃത പദ്ധതികളുടെ പണം കേന്ദ്രം തടഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അതിനുള്ള പണം അത് വാങ്ങേണ്ടതുണ്ട്. ആ പണം വാങ്ങുന്നതിൽ നിന്ന് പിന്നോട്ട് പോകില്ല എന്ന നിലപാടിലേക്കൊക്കെ CPIയും എത്തുന്നു. ഏതായാലും ബിനോയ് വിശ്വത്തിന്റെ നാളത്തെ വാക്കുകൾക്കായി കാത്തിരിക്കാം. CPIഎമ്മും ഇനി എന്തായിരിക്കും ഈ കാര്യത്തിൽ പറയാൻ പോകുന്നത്? CPM നൽകാൻ പോകുന്ന രാഷ്ട്രീയ വിശദീകരണം എന്തായിരിക്കും? നേരത്തെ VS സുനിൽകുമാർ പറഞ്ഞതുപോലെ തന്നെ ഇതൊരു രാഷ്ട്രീയ നയപ്രശ്നമാണ്. കാര്യങ്ങളെല്ലാം തന്നെ CPIയുടെ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം നാളെ വിശദീകരിക്കും മാധ്യമങ്ങളോട്. ഇക്കാര്യത്തിൽ സ്വന്തം അഭിപ്രായം പറയാനും നിലപാടുകളിൽ ഉറച്ചുനിന്ന് നടപടികൾ സ്വീകരിക്കാനും CPIക്ക് ഭയമില്ല എന്നാണ് VS സുനിൽകുമാർ നേരത്തെ പ്രതികരിച്ചപ്പോൾ പറഞ്ഞത്. CPI എങ്ങനെയാണ് ഇനി ഈ വിഷയത്തോട് പ്രതികരിക്കാൻ പോകുന്നത്? സ്വാഭാവികമായും ഇടതുപക്ഷത്തെ ഭിന്നത എന്നത് പ്രതിപക്ഷത്തിന് മുതലെടുക്കാനുള്ള ഒരു അവസരമാകും. അതോടൊപ്പം തന്നെ നയപരമായ ഒരു കാര്യത്തിൽ വെള്ളം ചേർത്തതിലുള്ള CPIയുടെ അതൃപ്തി കൂടി പരസ്യമാക്കുന്നതായിരിക്കാം ഒരുപക്ഷെ ബിനോയ് വിശ്വത്തിന്റെ നാളെ വരാനിരിക്കുന്ന വാക്കുകൾ. ഏതായാലും നമുക്ക് അതിനുവേണ്ടി കാത്തിരിക്കാം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.